मैंने कहा था ना, कैसी भी सिचुएशन हो मोदी जी हमें घर ले आएंगे। वॉर रुकवा दी पापा और फिर हमारी बस निकाली पापा। അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ നാട് കടത്തുന്നതിന്റെ വീഡിയോ അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോളിന്റെ ചീഫ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ അറവുമാടുകളെ പോലെയാണ് മിലിറ്ററി ഫ്ലൈറ്റിൽ കയറ്റിവിട്ടത്. ഇന്ത്യയുടെ ആത്മാഭിമാനം പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോളിന്റെ ചീഫ് മൈക്കിൾ ബാങ്ക്സ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. അമേരിക്കയുടെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ വിജയകരമായി ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ ഏറ്റവും അകലെയുള്ള സ്ഥലത്തേക്ക് മിലിറ്ററിയുടെ ഫ്ലൈറ്റ് ഉപയോഗിച്ച് നാട് കടത്തിയിരിക്കുകയാണ്. ഇത് ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നതാണ്. നിങ്ങൾ അനധികൃതമായി കടന്നു വന്നാൽ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച ഈ വീഡിയോ കാണുമ്പോൾ ഇന്ത്യക്കാരുടെ ചങ്ക് പൊട്ടണം. കണ്ടല്ലോ അല്ലേ, കൈയും കാലും ബന്ധിച്ച് ശരീരം മൊത്തം ചങ്ങലയിട്ട് ഒരു തീവ്രവാദിയെക്കാളും ഭയാനകരമായ രീതിയിലാണ് ഇവരെ യുദ്ധവിമാനത്തിൽ നോൺ ബയോളജിക്കൽ വിശ്വഗുരുവിന്റെ നാട്ടിലേക്ക് കയറ്റി അയച്ചത്. പടുതാ കൊണ്ട് പട്ടിണി മറച്ചതുപോലെ മോദി പത്രക്കാരെ ഒന്നും അടുപ്പിക്കാതെ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് മൈ ഫ്രണ്ടിന്റെ സ്വന്തം കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ ചീഫ് ഇന്ത്യക്കാരെ അറവുമാടുകളെക്കാൾ കഷ്ടമായി കൈകാലുകൾ ബന്ധിച്ച് കൊടും തീവ്രവാദികളെ പോലെ കയറ്റി അയച്ചതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇതിന്റെ സത്യം ലോകത്തെ മൊത്തം കാട്ടിക്കൊടുത്തത്. ഒരു തെരുവ് നായ്ക്ക് കൊടുക്കുന്ന മിനിമം പരിഗണന പോലും നൽകാതെ ബലിമൃഗങ്ങളെ പോലെ ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങനെ കയറ്റി അയക്കുമ്പോൾ വായിൽ പഴം വിഴുങ്ങിയിരിക്കുകയാണ് 56 ഇഞ്ച് വിശ്വഗുരുവും അയാളുടെ ലേസർ കണ്ണുള്ള ലോകോത്തര വിദേശകാര്യമന്ത്രിയും. ലോകത്ത് ഒരു രാജ്യത്തെയും അനധികൃത കുടിയേറ്റക്കാർക്ക് ഈ അവസ്ഥ വന്നിട്ടില്ല എന്ന് ഓർക്കണം. കൊളംബിയയും ബ്രസീലും മെക്സിക്കോയും എല്ലാം ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങനെ കൊടുങ്കുറ്റവാളികളെ പോലെ കയറ്റി അയക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. മനുഷ്യത്വത്തോടെ മര്യാദയ്ക്ക് കയറ്റി അയച്ചാൽ മാത്രമേ ഞങ്ങൾ അവരെ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മിലിറ്ററി ഫ്ലൈറ്റ് ഞങ്ങളുടെ രാജ്യത്ത് ലാൻഡ് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് പറയാൻ അവർക്കൊന്നും മുട്ടിടിച്ചില്ല. കുഞ്ഞൻ രാജ്യമായ കൊളംബിയ അവരുടെ സിവിലിയൻ ഫ്ലൈറ്റിലും പ്രസിഡൻഷ്യൽ ഫ്ലൈറ്റിലും സ്വന്തം ചെലവിൽ മാന്യമായാണ് അവരുടെ പൗരന്മാരെ അമേരിക്കയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത്. ആദ്യ ബാച്ചായി ഇന്ത്യയിലേക്ക് ചങ്ങലയണിച്ച് തിരിച്ചുവിട്ടവരിൽ ബഹുഭൂരിപക്ഷവും നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ സ്വന്തം നാടായ ഗുജറാത്തിൽ നിന്നുള്ള ഹൈന്ദവരായിരുന്നു. ഇതിൽ 30 പേർ പഞ്ചാബിൽ നിന്നുള്ളവർ ആയിരുന്നെങ്കിലും ബാക്കിയുള്ള എല്ലാവരും മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാർ വർഷങ്ങളായി ഭരിച്ചു മുടിച്ച ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഉള്ളവരായിരുന്നു. ഇവരെ ദേഹം മൊത്തം ചങ്ങലയണിയിച്ച് ഒരു രാജ്യാന്തര തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെയോ അതിനേക്കാൾ മോശമായതോ രീതിയിൽ മോദിയുടെ രാമരാജ്യത്ത് ഇറക്കിവിട്ടത്. പുറലോകം അറിയാതിരിക്കാൻ എല്ലാ വാർത്താ ചാനലുകളെയും ഈ മിലിറ്ററി വിമാനം വന്നിറങ്ങിയ അമൃത്സറിലെ വിമാനത്താവളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് തടയുകയാണ് മോദി സർക്കാർ ചെയ്തത്. പടുതാ വെച്ച് പട്ടിണി മറയ്ക്കുന്ന ആ സംസ്കാരം ഇപ്പോഴും തുടർന്നു പോവുകയാണ്. ശരിക്കും നടക്കാൻ പോലും ആവാതെ കൈകാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കില്ലപ്പട്ടികളുടെ വില പോലും കൊടുക്കാതെ കയറ്റിവിടാൻ വിശ്വഗുരുവിന്റെ നോൺ ബയോളജിക്കൽ രാജ്യമല്ലാതെ മറ്റൊരു രാജ്യവും സമ്മതിച്ചില്ല എന്നുള്ളത് 56 ഇഞ്ച് നെഞ്ചളവിന്റെ യഥാർത്ഥ വലിപ്പം എത്രയാണെന്ന് കാണിക്കുന്നതാണ്. ഈ കയറ്റിവിട്ടവരിൽ 19 സ്ത്രീകളും 13 പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവരെ പോലും കൈകാലുകൾ ബന്ധിച്ചാണ് കയറ്റിവിട്ടത് എന്ന് പറയുമ്പോൾ എത്ര മനുഷ്യത്വരഹിതമായാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് ഓർക്കണം. മോദി ഭരിച്ചു മുടിച്ച് ആർക്കും ജീവിക്കാൻ തൊഴിലില്ലാത്ത, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയതിനാലാണ് ഇവർക്കെല്ലാവർക്കും നാട് വിട്ടു പോവേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ചൈനയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും മാലദ്വീപിൽ നിന്നും ഒന്നും അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് പോവാത്തത്? ഇതുവരെ അമേരിക്ക നാട് കടത്തിയ അനധികൃത കുടിയേറ്റക്കാരിൽ ഈ പറയുന്ന രാജ്യത്തു നിന്നുള്ള ഒറ്റ ആളുകളുമില്ല എന്നുള്ളതാണ് നഗ്ന സത്യം. ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കുടുംബം 1 കോടി രൂപ മുടക്കിയാണ് ഡോങ്കി മാർഗത്തിൽ അമേരിക്കയിൽ എത്തിയത് എന്നാണ്. അവരെ 1 കോടി രൂപയുടെ കടക്കാരാക്കിക്കൊണ്ട് അവർ ഉപേക്ഷിച്ചു പോയ മോദിയുടെ രാമരാജ്യത്തിലേക്ക് തന്നെ അമേരിക്ക തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇതിനെക്കുറിച്ച് ഞാൻ വാർത്ത കൊടുത്തപ്പോൾ മോദിക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുന്ന തലച്ചോറില്ലാത്ത 2 രൂപ കൂലികൾ എഴുതിയത് ആരെയും കൈവിലങ്ങണിയിച്ചല്ല നാട് കടത്തിയത് എന്നാണ്. എന്നാൽ ഇതാ ഈ വാർത്തയിൽ ഇങ്ങനെ നാട് കടത്തപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? 40 മണിക്കൂർ നരകത്തിലായിരുന്നു. ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും അവരുടെ ചങ്ങലകൾ അഴിക്കാൻ തയ്യാറായില്ല.
നിരങ്ങിയാണ് അവർ ആകെയുള്ള ഒരു ടോയ്ലറ്റിലേക്ക് വരെ പോയത്. ഇവിടെ ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, 40 മണിക്കൂർ ഞങ്ങളെ കൈവിലങ്ങണിയിച്ച് കാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ഒന്ന് അനങ്ങാൻ പോലും അനുവദിക്കാതെ സീറ്റിൽ നിന്നും 1 ഇഞ്ച് പോലും മൂവ് ചെയ്യാൻ ആവാതെയാണ് ഇരുന്നത് എന്ന്. പല പ്രാവശ്യം കെഞ്ചി അപേക്ഷിച്ചപ്പോൾ മാത്രമാണ് ബാത്റൂമിലേക്ക് വലിഞ്ഞെഴിഞ്ഞു പോകാൻ പോലും അനുവദിച്ചത്. ബാത്റൂമിന്റെ വാതിലുകൾ ക്രൂ മെമ്പേഴ്സ് തുറന്ന് ഞങ്ങളെ അതിലേക്ക് തള്ളിവിടുകയായിരുന്നു. നരകത്തിലേക്കാളും കഷ്ടമായിരുന്നു ഈ യാത്ര. ശരിയായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. കൈവിലങ്ങുകൾ അണിഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കി. ഭക്ഷണം കഴിക്കാനെങ്കിലും കൈവിലങ്ങുകൾ അഴിക്കാമോ എന്ന് ചോദിച്ചത് ബധിരകർണങ്ങളിലാണ് ചെന്ന് പതിച്ചത്. ശാരീരികമായി മാത്രമല്ല മാനസികമായും വളരെ വേദനാജനകമായ യാത്രയായിരുന്നു. ഇവിടെ ഗോദി മീഡിയ ന്യൂസ് 18ന്റെ ഈ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് കൈകളും കാലുകളും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചാണ് അവരെ നാട് കടത്തിയത് എന്നാണ്. എന്തിനേറെ പറയുന്നു, മോദിയുടെ മുതലാളി അദാനിയുടെ NDTV പോലും കൊടുത്തിരിക്കുന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അവരെ ചങ്ങലയ്ക്ക് ബന്ധിച്ചാണ് ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ ഇരുത്തിയത് എന്നാണ്. ഈ ദിനപത്രത്തിൽ വന്ന വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് 40 മണിക്കൂർ അവരെ കൈവിലങ്ങണിയിച്ച് കാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് സീറ്റിൽ നിന്നും അനങ്ങാനാവാത്ത അവസ്ഥയിലാണ് കയറ്റിവിട്ടത് എന്നാണ്. ഇവിടെ BBC-യുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞത് സ്ത്രീകളെയും കുട്ടികളെയും കൈകാലുകൾ ബന്ധിച്ചല്ല ഡീപ്പോർട്ട് ചെയ്തതെന്നാണ് അമേരിക്ക തന്നോട് പറഞ്ഞത്. അമേരിക്കയുടെ പ്രൊസീജിയർ അനുസരിച്ച് ആളുകളെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ഇങ്ങനെ കയറ്റി അയക്കുന്നത് അനുവദനീയമാണത്രേ. ഇയാൾക്ക് 5 രൂപയുടെ സംസ്കാരമുണ്ടോ? 1 പൈസയുടെ വിവേകമുണ്ടോ? രാജ്യത്തോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? ഇയാൾ ഇങ്ങനെ തനി ന്യായീകരണ സംഖ്യയായി ന്യായീകരിക്കുമ്പോൾ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പറഞ്ഞത് കാണേണ്ടത് തന്നെയാണ്. ഒരു കുടിയേറ്റക്കാരൻ ക്രിമിനൽ അല്ല. അതിനാൽ ഒരു മനുഷ്യന് ലഭിക്കേണ്ട മര്യാദയോടെ വേണം അവരെ പരിഗണിക്കാൻ. അതിനാലാണ് കൊളംബിയൻ കുടിയേറ്റക്കാരെ മിലിറ്ററി പ്ലെയിനിൽ കയറ്റിവിട്ടതിനെ തടയുകയും ആ ഫ്ലൈറ്റ് തിരിച്ചുവിടുകയും ചെയ്തത്. മനുഷ്യത്വത്തോടെയും മര്യാദയോടെയും കയറ്റി അയച്ചാൽ മാത്രമേ ഞങ്ങൾ അവരെ സ്വീകരിക്കുകയുള്ളൂ. ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങളുടെ സ്വന്തം ഫ്ലൈറ്റിൽ കുറ്റവാളികളെ പോലെയല്ല, മറിച്ച് സ്വന്തം പൗരന്മാരെ പോലെ ഞങ്ങൾ കൊണ്ടുവരും. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൊളംബിയൻ പൗരന്മാരെ കൈവിലങ്ങണിയിച്ച് വിമാനത്തിൽ കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ മനുഷ്യനാണ്, അല്ലാതെ ചങ്ങലകളുടെ അല്ല. അതുപോലെ 2 രൂപ കൂലികൾ എഴുതിയിരുന്നത് ഇവർ കുറ്റവാളികളല്ലേ ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നതിൽ മോദി എന്ത് ചെയ്യാനാണ്, കുറ്റവാളികളെ അങ്ങനെ കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ്. എന്നാൽ ഇത് കണ്ടുകൊള്ളൂ, അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങൾക്ക് വിരുദ്ധമായി കഴിയുന്നത് ഒരു കുറ്റമല്ല. ഇല്ലീഗൽ ഏലിയൻ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ വയലേഷൻ ആണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആണ്. ഇത് നിയമവിരുദ്ധമാണ്, പക്ഷേ ഒരു ക്രിമിനൽ കുറ്റമല്ല എന്ന് സാരം. ഇത് മോദിയുടെ സ്വന്തം രാമരാജ്യമായ ഗുജറാത്തിലേക്ക് ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്നതിന്റെ രംഗങ്ങളാണ്. ഇവിടെയും ഈ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച പത്രക്കാരെ പോലീസുകാർ തടയുകയാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഗുജറാത്തിൽ നിന്നും ഹരിയാനയിൽ നിന്നും UP-യിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഉള്ളവരാണെങ്കിലും ഇന്ത്യയിലെ ഗോദി മീഡിയയെല്ലാം അത് മറച്ചു വെക്കുന്നതിനു വേണ്ടി ഇന്റർവ്യൂ ചെയ്ത ആളുകൾ സിഖുകാരായ കുടിയേറ്റക്കാരായിരുന്നു. ഇങ്ങനെ കയറ്റി അയക്കപ്പെട്ട ഒരു കുടിയേറ്റക്കാരൻ പറയുന്നത് കേട്ടുകൊള്ളൂ. ഫെബ്രുവരി 2-ാം തീയതി ഞങ്ങളെ അവർ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി കൈവിലങ്ങണിയിച്ച് ദേഹം മൊത്തം ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ്. നാട് കടത്താൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞില്ല. പിന്നീട് ഞങ്ങളെ ഒരു ബസ്സിൽ കയറ്റി. അപ്പോഴും ഞങ്ങളുടെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ഒരു വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. അമൃത്സറിൽ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് 2 സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തു. മൊത്തം 40 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. ഈ 40 മണിക്കൂറും ഞങ്ങളെ കൈവിലങ്ങ് അണിയിച്ച് കാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് 1 ഇഞ്ച് പോലും സീറ്റിൽ നിന്ന് അനങ്ങാൻ മേലാത്ത സ്ഥിതിയിലാണ് ഇരുത്തിയത്. പല പ്രാവശ്യം കേണപേക്ഷിച്ചപ്പോഴാണ് ബാത്റൂം ഉപയോഗിക്കാൻ പോലും സമ്മതിച്ചത്. അപ്പോഴും ഞങ്ങളെ ഒരാളുടെ അകമ്പടിയോടെയാണ് വിട്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കൈകൾ ബന്ധിച്ചിരിക്കുകയായിരുന്നു. അതിനാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത് വലിയ പീഡനമായിരുന്നു. ഞങ്ങളെ കഴിയുന്നതുപോലെ സഹായിക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അവരുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കണ്ടോ? വളരെ ഫ്രീ ആയി അവരുടെ സ്വന്തം വിമാനത്തിൽ കൈകളോ കാലുകളോ ബന്ധിക്കാതെ കൂളായി വന്നിറങ്ങുകയാണ് അവർ. അതിന്റെ ചിത്രങ്ങൾ അവരുടെ പ്രസിഡന്റ് തന്നെ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് അവർ കൊളംബിയക്കാരാണ്, അവർ സ്വതന്ത്രരും മാന്യത അർഹിക്കുന്നവരും ആണ്.
അവരുടെ പ്രിയപ്പെട്ട മാതൃരാജ്യത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഒരു കുടിയേറ്റക്കാരൻ കുറ്റവാളിയല്ല, മറിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുവാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. ഇത് കൊളംബിയയുടെ പ്രസിഡന്റ് അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ സ്വന്തം വിമാനത്തിൽ കൊണ്ടുവന്ന് അവരോട് സംസാരിക്കുന്ന ചിത്രമാണ്. ഇതും അദ്ദേഹം തന്നെ പങ്കുവച്ചതാണ്. അതേസമയം വിശ്വ ഫ്രോഡ് ഗുരു തെരുവ് നായ്ക്കളെക്കാളും കഷ്ടമായി ഇന്ത്യക്കാരെ കയറ്റിവിട്ടത് അറിയാതിരിക്കാൻ മറച്ചു വയ്ക്കുകയാണ്. ഇതിനു മുൻപത്തെ ഒരു വീഡിയോയുടെ അടിയിൽ മറ്റൊരു 2 രൂപ കൂലി എഴുതിയത് ഇവരെ കൈവിലങ്ങ് അണിയിച്ചു കൊണ്ടുവരുന്നത് അവർ ആത്മഹത്യ ചെയ്യാതിരിക്കാനാണ് എന്നാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഈ കൊളംബിയക്കാരും മെക്സിക്കോക്കാരും ബ്രസീലുകാരും ഒന്നും ഇങ്ങനെ കൈയും കാലും ബന്ധിക്കാതെ ഫ്രീ ആയി കൊണ്ടുവന്നിട്ട് എന്താണ് ആത്മഹത്യ ചെയ്യാത്തത്? യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തിവെപ്പിച്ച പാപ്പാവിന് ഇന്ത്യക്കാരെ മനുഷ്യത്വപരമായി കൊണ്ടുവരുവാൻ എന്താണ് കഴിയാത്തത്? ഇവിടെ ന്യൂസ് 24ന്റെ മാനക് ഗുപ്ത പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇന്ത്യക്കാരെ നാട് കടത്തുന്നതിന്റെ ഈ വീഡിയോ അമേരിക്കൻ ഗവൺമെന്റ് സ്വയം പുറത്തുവിട്ടതാണ്. അവരുടെ കൈകാലുകൾ ബന്ധിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ഇത് ഒരു നിയമപരമായ ബാധ്യതയാണോ? അതോ ലോകത്തിന് മൊത്തം ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണോ? അതോ അമേരിക്കയിലെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ? അമിത ആവേശം കാണിച്ച് സ്വന്തം സുഹൃത്തുക്കളെ നിരാശരാക്കരുത് എന്ന് ട്രംപ് മനസ്സിലാക്കണം. ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി പറഞ്ഞത് അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറിയവരെ തിരിച്ചയക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവരെ കൈവിലങ്ങണിയിച്ചും കാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചും ബാത്റൂം പോലും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുന്ന രീതിയിൽ കയറ്റിവിട്ടത് വളരെ പ്രശ്നകരമാണ്. ഇന്ത്യയിൽ അനധികൃതമായി വരുന്ന ഏതെങ്കിലും അമേരിക്കൻ പൗരനെ ഇങ്ങനെ ചെയ്യുമോ? മാന്യമായി ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കണം ട്രംപിനോടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ സന്ദേശം, അല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരാൾ പറഞ്ഞത് 40 മണിക്കൂർ നേരത്തേക്ക് അവരെ കൈവിലങ്ങണിയിച്ച് കാലുകൾ ചങ്ങലയ്ക്ക് ബന്ധിച്ച് സീറ്റിൽ നിന്നും അനങ്ങാനാവാത്ത സ്ഥിതിയിലായിരുന്നു. നരകത്തേക്കാൾ ഭയാനകമായിരുന്നു. പ്രധാനമന്ത്രി, ഈ മനുഷ്യന്റെ വേദന നിങ്ങൾ കേൾക്കൂ. ഇന്ത്യക്കാർ ഡിഗ്നിറ്റിയും മനുഷ്യത്വവുമാണ് അർഹിക്കുന്നത്, അല്ലാതെ കൈവിലങ്ങല്ല. ഇങ്ങനെ അറവുമാടുകളെക്കാളും തെരുവ് നായ്ക്കളെക്കാളും മൃഗീയമായ രീതിയിൽ ഈ ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് കയറ്റിവിട്ടതിന് എട്ടുംകെട്ട സംഖ്യകൾ മോദിക്ക് വേണ്ടി രാപകലില്ലാതെ ന്യായീകരിക്കാൻ പാടുപെടുകയാണ്. ഇതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ തയ്യാറാകാത്ത നട്ടലില്ലാത്ത ജയശങ്കർക്ക് വേണ്ടി ആരോ ഓർഡർ ചെയ്ത നട്ടലാണ് ഇത്. ഇന്ത്യക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മോദിക്കും കൂട്ടർക്കും സ്വന്തം അധികാരം മാത്രമാണ് വലുത്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെ ബലി കൊടുക്കുവാൻ പോലും, ഇന്ത്യയെ മൊത്തം വിൽക്കുവാൻ പോലും അവർ ഒരു മടിയും കാണിക്കില്ല. ലോകത്തിന്റെ മൊത്തം മുൻപിൽ ഇന്ത്യ വെറുമൊരു ലാഫിംഗ് സ്റ്റോക്കായി മാറിയിരിക്കുകയാണ്.